നമ്മൾ കള്ളസത്യം ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശത്തെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ധനത്തെ നമ്മൾ സ്വന്തമാക്കുക, അപഹരിക്കുക, അത് വലിയ പാപമാണ്, വലിയ തെറ്റാണ്. നമുക്ക് ഒരു ഹദീസ് കേൾക്കാം. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. വഅൻ അബി ഉമാമത്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലിൽ നിന്ന് അബൂ ഉമാമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. മൻ ഇഖ്തത ഹക്കം റിഇൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബല്ലാഹു ലഹുന്നാറ വഹറമ അലൈഹിൽ ജന്ന. ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് മുസ്ലിമായിരിക്കുന്ന ഒരു സഹോദരന്റെ മുതൽ അപഹരിച്ചാൽ, അല്ലെങ്കിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് അവനക്ക് കിട്ടേണ്ട ഒരു അവകാശം നമ്മൾ ഹനിച്ചാൽ, അള്ളാഹു അത് ചെയ്തവനക്ക് വലിയ ശിക്ഷയാണ് കൊടുക്കുന്നത്. അവൻ ചെയ്തിട്ടുള്ളത് വലിയ പാപമാണ്. ഹറമല്ലാഹു ഫഖദ് ഔജബല്ലാഹു ലഹുന്നാറ, അള്ളാഹു അവനക്ക് നരകം നിർബന്ധമാക്കുകയും വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവനക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ ഫഖാല ലഹു റജുലു, ഒരാള് മുത്തനബിയോട് ചോദിച്ചു, പരിശുദ്ധ റസൂലേ, വൈൻകാന ശൈഅൻ യസീറൻ, അതൊരു നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവമാണെങ്കിലോ, വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ് ഒരാളുടെ അവകാശം നമ്മൾ തട്ടിയെടുത്തത് അല്ലെങ്കിൽ അത് ഹനിച്ചത്, വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവം ആണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. പരിശുദ്ധ റസൂല് പറഞ്ഞു, വൈൻകാന ഖലീബൻ മിൻ അറാഖ്, അത് അറാഖിൻ്റെ ഒരു കൊള്ളി കഷ്ണമാണെങ്കിലും ശരി, ഒരാൾക്ക് കിട്ടേണ്ട അവകാശം അല്ലെങ്കിൽ ഒരാളുടെ ധനം, ഒരാളുടെ മുതൽ, അതൊരു അറാഖിൻ്റെ കൊള്ളി കഷ്ണമാണെങ്കിലും ശരി, നീ സത്യം ചെയ്യലിലൂടെ, നീ വാദിക്കലിലൂടെ അത് സ്വയത്തമാക്കിയാൽ, അല്ലെങ്കിൽ അവനിക്കത് അന്യമാക്കിയാൽ, അവനിൽ നിന്ന് അത് അപഹരിച്ചാൽ, അത് വലിയ പാപമാണ്, അതൊരു അറാഖിൻ്റെ കഷ്ണമാണെങ്കിലും ശരി. അപ്പോൾ നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പല രൂപത്തിലും പല നിലക്കും പല അവസരങ്ങളിലും ചതികൾ വന്നു പോകുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ അമല് നഷ്ടപ്പെടുകയും നമുക്ക് വലിയ ശിക്ഷ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷ നമ്മെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.